ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട ആ പർട്ടിക്കുലർ ഡേ ഇതിന് മുമ്പ് അത് ചെയ്തിട്ടുണ്ട്. കുറേ ദിവസം ഇദ്ദേഹത്തിൻ്റെ കോൾ റെക്കോർഡ് എടുത്തിരിക്കുകയാണ്. അതിൽ 6.5 മണിക്കൂർ, അത് 8 മണിക്കൂർ യാത്രയുള്ളതിൽ 6.5 മണിക്കൂറും ഇയാൾ ഒരു മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ബസ് ഓടിക്കുന്നത്. ഇവർ പറഞ്ഞു 1 മണിക്കൂറാണ്. ഇവർ പറയുന്ന നമ്പർ എനിക്കൊന്ന് എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നമ്പർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഈ കിടക്കുന്ന 2 സിമ്മാണ്. ആ രണ്ടാമത്തെ സിമ്മിലോട്ട് എന്നെ കോള് പോയിരിക്കുന്നു. അപ്പോൾ രണ്ടാമത്തെ സിമ്മിലാണ് 1 മണിക്കൂർ സംസാരിച്ചത്. എൻ്റെ ഫോണിൽ ഞാൻ തന്നെ എന്നെ സംസാരിക്കുന്നു. ആ മേയറെ കാര്യമാണ് ജീവനക്കാർ പ്രശ്നത്തിലൊക്കെ ഇടപെടുന്ന ആളാണ്. പക്ഷേ ആ മേയറായിട്ട് ബന്ധപ്പെട്ട ഈ ദൂരം പുറത്ത് നിൽക്കുക, സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ഓടിച്ചുകൊണ്ടിരിക്കുക. നീ എന്താ അത് ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുന്നു. അല്ല, യദുവിൻ്റെ കാര്യം അതല്ല. യദുവിൻ്റെ കാര്യം അച്ചടക്കലംഘനമാണ്. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. അവരുമായിട്ട് ബന്ധപ്പെട്ട് യദുവിനെ ഞാൻ പുറത്താക്കിയിട്ടില്ല. ഞാൻ അതിനെ ഇടപെട്ടിട്ടുമില്ല. അവരും ആ മേയറെന്നല്ല, മറ്റൊരാളും ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട ആൾക്കാരോ മന്ത്രിമാരോ മുഖ്യമന്ത്രി ആരും അക്കാര്യത്തിൽ ഇടപെട്ടില്ല. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോടും പറയാം, ചിലപ്പോൾ അവർ വിശ്വസിച്ചോളൂ. ഞാൻ എടുക്കാത്തതിൻ്റെ കാരണം ന്യായമായ കാര്യമാണ്. അതിൻ്റെ എവിഡൻസ് ഉണ്ട്. ഇതാണ് ആ രേഖ, എൻ്റെ കയ്യിലുള്ള രേഖ. അതായത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ KSRTC CMDക്ക് കൊടുത്ത കത്തിൽ ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട ആ പർട്ടിക്കുലർ ഡേ ഇതിന് മുമ്പ് അത് ചെയ്തിട്ടുണ്ട്. കുറേ ദിവസം ഇദ്ദേഹത്തിൻ്റെ കോൾ റെക്കോർഡ് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് അതിൽ 6.5 മണിക്കൂർ, അത് 8 മണിക്കൂർ യാത്രയുള്ളതിൽ 6.5 മണിക്കൂറും ഇയാൾ ഒരു മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ബസ് ഓടിക്കുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. അങ്ങനെ മൊബൈൽ ഫോണിൽ ചെവിയിൽ ഇയർഫോൺ വെച്ചിട്ടായിരിക്കും സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുന്ന ഒരാളെ, ഒരു എംപാനൽ ഡ്രൈവറെ, ബദലി ഡ്രൈവറെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. മോനെ രാമദാസ, നിന്റെ അച്ഛൻ നാരായണൻകുട്ടി ചേട്ടൻ ഇത്രയും എടുക്കില്ലേ? ഒറിജിനലി മൊബൈൽ ഓടിച്ചു പോകുന്ന വീഡിയോ കണ്ടാൽ തന്നെ സസ്പെൻഷനാണ് അപ്പം തന്നെ. അപ്പോൾ അങ്ങനെ 6.5 മണിക്കൂർ വരെ ഒരു ഫോണിൽ ഒരു ഡ്രൈവർ, എത്ര യാത്രക്കാർ ബസ്സിലിരിക്കുന്നു? നുണ പറഞ്ഞാൽ നുണയാണെന്ന് എനിക്ക് മനസ്സിലാകണം. അത്തരം നുണകളല്ലേ ഞാൻ നിന്നോട് പറയാറുള്ളൂ. അല്ലാതെ അയാളെക്കുറിച്ച് വേറെ എനിക്ക് അപരാധമൊന്നുമില്ല. ഞാൻ അയാളെ ഒരു കുറ്റക്കാരനായി കണ്ടിട്ടില്ല. ഈ പ്രശ്നമായിട്ട് യാതൊരു ബന്ധമില്ല. പക്ഷേ ഈ പ്രശ്നം വന്നപ്പോൾ പോലീസ് അന്വേഷിച്ചപ്പോൾ പോലീസിന് കിട്ടിയൊരു ഇൻഫർമേഷൻ സിറ്റി പോലീസ് കമ്മീഷണർ KSRTC CMDക്ക് കൈമാറി. ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ, അതാദ്യം പഠിക്കണം. നീ അത് കണ്ടില്ല എന്ന് അടിക്കാൻ പറ്റും. യദു കൃഷ്ണനെ തിരിച്ചെടുത്താൽ എനിക്ക് കയ്യടി കിട്ടും എന്ന് പറഞ്ഞ് ഞാൻ ഇതിന് കൂട്ടു ചെയ്യാൻ പറ്റും? അത് പറ്റത്തില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലടേ. പക്ഷെ അതിൽ ആ ബസ്സിൽ CCTV ഇപ്പോഴും എവിടെയാന്ന് പോലും അറിയില്ല. അത് കണ്ടെത്തണ്ട. ശരി, എന്താ ഉറക്കം വരുന്നു. അതൊക്കെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വയ്യ. അതൊക്കെ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വയ്യ. കാരണം അതൊരു മോഷണമായി തന്നെ അതിനെ കാണണം എന്നുള്ളതാണ്. സംശയമൊന്നുമില്ലല്ലേ? ഞങ്ങൾ എന്താ മണ്ടന്മാരാണെന്ന് കരുതിയോ? കാരണം അതൊരു മോഷണമായി തന്നെ അതിനെ കാണണം എന്നുള്ളതാണ്. അത് അന്ന് പോയതാണോ നേരത്തെ പോയതൊന്നും അറിയാൻ വയ്യ. നിന്റെ ഈ മരമോട്ടം രണ്ട് പെടയാ പടച്ചാലുണ്ടല്ലോ, നിന്റെ ഈ കോന്ത്രപ്പല്ല് മുഴുവൻ നീ നിലത്തു നെണ്ണി പറക്കേണ്ടി വരും. പക്ഷേ ഇപ്പോൾ CCTV പറ്റത്തില്ല. കാരണം വെച്ചാൽ CCTV എല്ലാം ബ്ലോക്ക്ഡാണ്. ക്യാമ്പർ ചെയ്യാൻ പറ്റാത്ത ഒരു സംവിധാനത്തോടു കൂടിയ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ കൊണ്ടുവരാൻ പോകുന്നത്. ഭയങ്കരം തന്നെ. ഇനി ആരും സൂത്രം കാണിച്ചാ. ഇപ്പോൾ മെമ്മറി കാർഡിൻ്റെ കേസ്, മെമ്മറി കാർഡ് ഇളക്കി മാറ്റാൻ കണ്ടക്ടർ സാധ്യതയുണ്ട്. എന്നുവെച്ചാൽ ആ സമയത്ത് മൊത്തവും കണ്ടക്ടറാണ് വണ്ടിയിലുണ്ടായിരുന്നത്. ആര് പറഞ്ഞു? ഭഗവാനെ, ഇതെന്തൊരു ലോകം, എന്തൊരു നുണ. അപ്പോൾ അതൊരു സാധ്യതയാണ്. അത് കഴിഞ്ഞിട്ട് ആരൊക്കെ വന്നിട്ടുണ്ട് പോയിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടുത്തെ ക്യാമറ ചെക്ക് ചെയ്താലേ അറിയുള്ളൂ. അതിനുശേഷം വണ്ടി അതൊന്നും വന്നിട്ടില്ല, പുറത്ത് വന്നിട്ടില്ല. ഇവന്റെ കോമഡി കണ്ട പൊങ്കാലായിട്ട് അടിച്ചു കൊല്ലാൻ തോന്നുന്നു. മിണ്ടരുത്. എൻ്റെ ഭാഗത്ത് നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ആംഗ്യം കാണിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. അപ്പം അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും മെമ്മറി കാർഡ് എവിടെ പോകും? അങ്ങനെ ഒരു ആംഗ്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ മെമ്മറി കാർഡ് വണ്ടിക്കകത്ത് കാണണ്ടേ? കൈ വെളിയിടാൻ പറ്റാത്ത ബസ്സാണ് അത് ഒന്നാമത്തെ കേസ്. അതുമല്ലാതെ ഈ ബോണറ്റിൻ്റെ പുറത്ത്, ഇതേപോലെ വണ്ടിയുടെ ബോണറ്റിൻ്റെ പുറത്ത് ഒരു ക്യാമറ, എൻ്റെ തലയ്ക്ക് മീതെ നിന്ന്, അതായത് കണ്ടക്ടർ സീറ്റ് തൊട്ട് ഫ്രണ്ടിലെ കണ്ടക്ടർ സീറ്റുണ്ട് അത് തൊട്ട് ലാസ്റ്റ് വരെ കിട്ടുന്ന ഒരു ക്യാമറ, 2. ഏറ്റവും ബാക്കിൽ റിവേഴ്സിൻ്റെ അവിടെ ഒരു ക്യാമറ ഉണ്ട്. അങ്ങനെയാണ് സംഗതിയുടെ കിടപ്പ്. അപ്പോൾ ഇത് ഇവർ വണ്ടിയുടെ ബാക്കിൽ കിടന്ന് കാണിച്ചതും ഫ്രണ്ടിൽ കിടന്ന് കാണിച്ചതും വണ്ടിക്ക് അകത്ത് കയറി സച്ചിൻ ദേവ് കാണിച്ചതും എല്ലാം ഈ ക്യാമറയിൽ റെക്കോർഡാണ്. അപ്പോൾ മെമ്മറി കാർഡ് ഊരി എടുത്തു കഴിഞ്ഞാൽ ആർക്കാണ് ഉപയോഗം എന്നുള്ള സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും. എന്നിട്ട് അന്ന് എന്നെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചു. ഞാൻ മെമ്മറി കാർഡ് ഊരി എടുത്തത്. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. 1 മണിക്കൂർ വണ്ടി ഓടിച്ചപ്പോൾ ഫോണിൽ സംസാരിച്ചു എന്ന് പറയുന്നു. ഇദ്ദേഹം തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ട ആ പർട്ടിക്കുലർ ഡേ
ഇതിന് മുമ്പ് അത് ചെയ്തിട്ടുണ്ട്. കുറേ ദിവസം ഇദ്ദേഹത്തിൻ്റെ കോൾ റെക്കോർഡ് എടുത്തിരിക്കുക. അതിൽ 6.5 മണിക്കൂർ, അത് 8 മണിക്കൂർ യാത്രയുള്ളതിൽ 6.5 മണിക്കൂറും ഇയാൾ ഒരു മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് ബസ് ഓടിക്കുന്നത്. എനിക്ക് അവിടെ നിന്ന് വണ്ടി എടുത്ത് 20 മിനിറ്റ് 30 മിനിറ്റ് വരെ വൈറ്റില ഹബ്ബിൽ ഹോൾഡ് ഉണ്ടായിരുന്നു വണ്ടി. അപ്പം ഞാൻ മോന് പനിയായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ കായംകുളത്ത് ഫുഡ് കഴിക്കാൻ നിർത്തും. അവിടെ 20 മിനിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആഹാരം കഴിക്കാൻ നേരത്ത് ഞാൻ വീട്ടിൽ വിളിക്കാറുണ്ട്. വണ്ടി നിർത്തിയിരിക്കുമ്പോൾ മാത്രമേ വിളിക്കുകയുള്ളൂ, അല്ല വണ്ടി ഓട്ടത്തിൽ സംസാരിക്കില്ല. അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്, എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ. ഇവർ പറഞ്ഞു 1 മണിക്കൂറാണ്. ഇവർ പറയുന്ന നമ്പർ എനിക്കൊന്ന് എടുത്ത് കാണിച്ചു തരാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു നമ്പർ ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ ഈ കിടക്കുന്ന 2 സിമ്മാണ്. ആ 2ാമത്തെ സിമ്മിലോട്ട് എന്നെ കോള് പോയിരിക്കുന്നു. അപ്പോൾ 2ാമത്തെ സിമ്മിലാണ് 1 മണിക്കൂർ സംസാരിച്ചത്. എൻ്റെ ഫോണിൽ ഞാൻ തന്നെ എന്നെ സംസാരിക്കുന്നു. ഞാൻ വിവരാവകാശം വെച്ച ആ നമ്പർ ഏതെന്നുള്ള ഇവർ പറയുന്ന നമ്പർ എനിക്ക് എടുക്കണം. 1 മണിക്കൂർ സംസാരിച്ച നമ്പർ എനിക്ക് എടുക്കണ്ടേ? അവകാശമില്ലേ? നീ അറിഞ്ഞാ ഞാൻ പെട്ടു. ഇവർക്ക് രഹസ്യങ്ങൾ ചോർത്താൻ വേണ്ടിയിട്ട് എൻ്റെ നമ്പറിൽ ഇത് മറ്റൊരാളെ വിളിച്ചെന്നുള്ള രഹസ്യം ചോർത്താൻ അറിയാമെങ്കിൽ ഈ സമയത്ത് കണ്ടക്ടർ ആരെയെല്ലാം വിളിച്ചെന്നുള്ള രഹസ്യം ഇവർക്ക് ചോർത്താൻ എളുപ്പമല്ലേ? എൻ്റെ നമ്പറിൽ ഇത് ചകഞ്ഞ് നടന്ന സമയത്ത് പോലീസ് മര്യാദയ്ക്ക് നീതി നടപ്പാക്കിയിരുന്നെങ്കിൽ കോടതി ഞാൻ പോകേണ്ട കാര്യമില്ല. ഫസ്റ്റ് പരാതി കൊടുക്കണ ഞാനാണ് സ്റ്റേഷനിൽ. എന്നിട്ട് എൻ്റെയൊക്കെ പരാതി എടുക്കാതെ മേയർ പരാതി കൊടുക്കുന്നവരെ എന്നെ പിടിച്ച് അവിടെ വെയിറ്റ് ചെയ്ത് നിർത്തിയെന്ന് ഞാൻ എഴുതിയ പരാതിയുടെ കോപ്പി സിവിൽ ഡ്രസ്സിൽ വന്ന ഒരു പോലീസുകാരൻ ഫോട്ടോ എടുത്ത് മേയറിന് അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ പാർട്ടിക്ക് അയച്ചു കൊടുക്കുകയോ ആർക്കോ അയച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടുത്ത നീക്കം എന്താണെന്ന് എൻ്റെ അടുത്ത് തിരക്കുകയും ചെയ്തു. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ പോലീസുകാരെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു കൊടുത്ത് ഈ നീതി കിട്ടിയില്ലെങ്കിൽ കോടതി പോകുമെന്ന് തന്നെ അപ്പോഴും പറഞ്ഞു. ഇപ്പോഴും അത് തന്നെ പറഞ്ഞു. ഒരു സ്ത്രീ ഇപ്പോൾ നിങ്ങളായാലും പറയുന്നത് എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിൽക്കുന്ന ചേട്ടന്മാർ തന്നെയാണ് എന്നെ എടുത്തിട്ട് ഇടിക്കും എന്നല്ല, നിങ്ങൾ പറയുന്നതേ കേൾക്കുള്ളൂ. അത് സമൂഹം, കേരള സമൂഹം ഇങ്ങനെയാണ്. ഇപ്പോൾ തുല്യത എന്ന് പറച്ചില്ലേ ഉള്ളൂ. ഇപ്പോൾ പെണ്ണുങ്ങളാണ് ഹീറോ. നിങ്ങൾ ഞാൻ പറയണത് വിശ്വസിക്കണ്ട, ഈ മേയർ പറയണതും വിശ്വസിക്കണ്ട, ഞാൻ പറയണത് ഈ ആര്യ പറയണതും ഈ പാർട്ടിക്കാർ പറയണതും വിശ്വസിക്കണ്ട. ഇവിടെ ഓരോ പ്രൈവറ്റ് ബസ് 13 വർഷം ഞാൻ ഇവിടെ വണ്ടി ഓടിയാണ്. ഓരോ പ്രൈവറ്റ് ബസ്സുകാരന്മാരെടുത്ത് ചോദിച്ചാൽ അത് എൻ്റെ സ്വഭാവം എങ്ങനെയാണെന്നും എന്തെങ്കിലും സ്ത്രീ വിഷയമുണ്ടോ, എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഫലിക്കുന്നില്ലല്ലോ. ഇവർ ഈ ആടിനെ പട്ടിയാക്കുന്ന രീതിയിലുള്ള സംസാരമാണ് സംസാരിച്ചുകൊണ്ടിരുന്നതും. ഇപ്പോൾ കർമ്മ എന്ന് പറയുന്ന സംഭവം ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. എനിക്കും ദൈവത്തിൽ വിശ്വാസമുണ്ട്. ഞാൻ എല്ലാ ദൈവത്തിലും വിശ്വസിക്കുന്ന ആളാണ്. കർമ്മം എന്ന് പറയുന്നത് നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളൊന്നും പേടിക്കേണ്ട കാര്യമില്ല. തിരിച്ച് അവർക്ക് തന്നെ കിട്ടും. അത് മാത്രമാണ് എൻ്റെ ഒരാശ്വാസം എന്ന് പറയുന്നത്. കിട്ടിയല്ലോ, കിട്ടി. ഓക്കെ. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു.